അല്ല, ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മളൊരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരന്റെ ഏതെങ്കിലും പെരുമാറ്റ രീതികളോ സങ്കേതങ്ങളോ ശൈലിയോ ഒക്കെ അദ്ദേഹത്തിന് ഉള്ളതായിട്ട് ബി ജെ പിക്കാർക്ക് പോലും അഭിപ്രായം ഉണ്ടാവുകയില്ല. കാരണം ഈ ബി ജെ പിക്കാരെ വിളിച്ചു കൊണ്ടുപോകുന്ന പരിപാടിക്ക് അദ്ദേഹം ഒന്നുമില്ല നാട മുറിക്കും അല്ലെങ്കിൽ പ്രസംഗിക്കും, രണ്ടിലൊന്നേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പരിപാടിക്ക് ഏറ്റുകഴിഞ്ഞാൽ പോയില്ല, അല്ലെങ്കിൽ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഭാഗികമായിട്ട് മാത്രം മുഖം കാണിക്കുക, ആളുകളോടൊക്കെയുള്ള പെരുമാറ്റങ്ങളൊക്കെ വളരെ നമുക്ക് പരിചയമില്ലാത്ത രീതികളിലൊക്കെയാണ്. ഇപ്പൊ ഇത്തരത്തിലൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പേറി നടക്കേണ്ടത് ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു ദൗർഭാഗ്യമോ നിർഭാഗ്യമോ ഒക്കെ ആയിരിക്കാം. ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യവും മറ്റൊരർത്ഥത്തിൽ ഇതിനൊക്കെ സമാനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനൊന്നും ഒരു തരത്തിലും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നും നിയന്ത്രണം ഇല്ല. ഇതുവരെ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് വരെ ഇതൊക്കെ ആരൊക്കെയോ തീരുമാനിക്കുന്നു, ഇവരൊക്കെ അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാവുന്നു. ഇതിന്റെ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവരാണ് കേരളത്തിലെ നിർഭാഗ്യവാന്മാരായ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഒക്കെ. അപ്പോ സുരേഷ് ഗോപിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി, എവിടുന്ന് ധൈര്യം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചിലപ്പോൾ അയാൾക്ക് വല്ല ഉൾവിളിയൊക്കെ ചില സമയത്ത് വരുന്നതാവാം. അല്ലെങ്കിൽ വാനരന്മാർ എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു രാഷ്ട്രീയ സദാചാരമൊക്കെ അത് മറ്റൊരാളാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു. ഈ സുരേഷ് ഗോപി ആയത് കാരണം നമുക്ക് അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് കേരളീയ പൊതുബോധത്തിനും സമൂഹത്തിനൊക്കെ തോന്നുന്നുകൊണ്ടാവാം ഈ വാനരൻ പ്രയോഗമൊന്നും ചർച്ച ചെയ്യാത്തത്. ബി ജെ പിയിൽ ഇപ്പോ മറ്റെത്ര നേതാക്കളുണ്ട്, അല്ലെങ്കിൽ എത്ര നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒ രാജഗോപാലിനെ പോലുള്ള കേന്ദ്രമന്ത്രിമാരെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തരംതാണ പ്രയോഗങ്ങളും ഇത്തരത്തിലുള്ള ഗോഷ്ഠികളും ഇത്തരത്തിലുള്ള വികൃതമായ ശരീരഭാഷകളും പ്രകോപനപരമായ അംഗവിക്ഷേപങ്ങളും ഒക്കെ നമ്മൾ ആരിൽ നിന്നും കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉള്ളതുകൊണ്ട് ആ ഗണത്തിൽപ്പെടുത്തി അതൊക്കെ തള്ളിക്കളയുക എന്നല്ലാതെ അദ്ദേഹത്തിന് ധൈര്യം എവിടെന്നെങ്കിലും വന്നാൽ അദ്ദേഹത്തിന് കൊള്ളാം, ധൈര്യം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പോയി എന്നതിന്റെ അപ്പുറമൊന്നും ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അദ്ദേഹമൊക്കെ ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ചായ ഉണ്ടാക്കും പോലെയാണ് ഡ്രൈവറും പിന്നെ ഗൺമാനും വീട്ടിലെ പരിചാരകരും പിന്നെ അനിയന്മാരും ചേട്ടന്മാരും അവരുടെ ഭാര്യമാരും മക്കളും പേരമക്കളും ഒക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് വന്ന് വോട്ട് ചേർക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് പോകുന്നു. ഒരേ സമയം രണ്ടിടത്ത് വോട്ടുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴാണ് ഇദ്ദേഹം ചോദിക്കുന്ന ആളുകളെയൊക്കെ ബാലനാക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഒരു ഡാമേജും ഉണ്ടാവില്ല എന്നൊരു ആത്മവിശ്വാസമായിരിക്കാം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇപ്പോൾ ബീഹാറിലെ വോട്ടധികാര യാത്ര ഉൾപ്പെടെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ലീഗൽ എന്നതിനപ്പുറം ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ആ പൊളിറ്റിക്കൽ മൂവ്മെന്റിന് ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എത്രമാത്രം നവീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്?